ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം ഒരു 8 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വെറും 300 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കാണുന്ന വഴി നേരെ മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്ക് ചെല്ലാവുന്നതാണ്. ഈ കാണുന്ന 8 വില്ലകളിലേക്കുള്ള റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇതുപോലെ ഭംഗിയായിട്ടും നീറ്റായിട്ടും ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഏകദേശം 3-4 വില്ലകളോളം സെയിലായി ആളുകൾ താമസമായതാണ്. ഈ കാണുന്ന വില്ല കൂടാതെ മറ്റ് 2 വില്ലകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ സെയിലിനായിട്ട് ഉള്ളതാണ്. നമ്മൾ ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരേ ബഡ്ജറ്റിലും ലാൻഡ് അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, സ്ക്വയർ ഫീറ്റിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളിലൊക്കെയാണ് ബാക്കിയുള്ള വിലകൾ കൂടി സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീടിൻ്റെ ഗേറ്റ്, മതിൽ, എലിവേഷനൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്ക്, ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. GS സ്ക്വയർ ട്യൂബ് കൊണ്ട് മതിലിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻ പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ കാണാം, 2 എണ്ണത്തിലും ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഒരു വന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമ്മൾ കാർ പോർച്ചിന്റെ ഏരിയയിലേക്കാണ് വരുന്നത്. കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള നല്ല ടൈലൊക്കെ വിരിച്ചിട്ടാണ് ഈ ഒരു കാണുന്ന ഏരിയകളെല്ലാം നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് 2 ചെറിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് വരുന്നത്. ഇതിന്റെ മുകളിലാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റും LED ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള ഡിസൈൻ ൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടും എലവേഷനും ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സൈഡ് വരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലെ നീറ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. കിണറാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ പോകുന്നത് കിച്ചണിന്റെ ബാക്ക് സൈഡ് വഴി വീടിന്റെ ആ ഒരു എൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ വർക്ക് ഏരിയയുടെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൺ ഗോയിങ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രീനിഷ് ആയിട്ട് കാണാം. അപ്പോൾ വരുന്ന പലരുടെയും മൈൻഡിലുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും രീതിയിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്നുള്ളതാണ്. ഒരിക്കലും ഇത് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം, കാക്കനാട് ഭാഗങ്ങൾ, അതുപോലെ 2020 കിഴക്കമ്പലത്തോട് അടുത്ത് വരുന്ന സ്ഥലങ്ങൾ, അവിടെയൊന്നും തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ആയ ഏരിയകളല്ല. എന്തുകൊണ്ടും സേഫ് ആയ ഏരിയയിൽ മാത്രമാണ് നമ്മൾ ഈ വീടുകൾ പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടു നമ്മൾ. അതിനുശേഷം നമ്മൾ വീണ്ടും നേരെ വന്നിരിക്കുന്നത് വീടിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കാണ്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ റൈറ്റ് സൈഡാണ്. ഞാൻ പറഞ്ഞിരുന്നത് നമുക്കൊരു ചെറിയ കാർ അവിടെയും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിലും കാണാം, ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു സൈഡും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ചെന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയുടെ ആ ഒരു സ്പേസിലേക്കാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. 4.5 സെന്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK വീടാണ്. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ട് ഇട്ടിരിക്കുന്നത്. ഒരു ബ്ലാക്കിൽ ഒരു ചെറിയ വൈറ്റ് കളർ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ്. അത്യാവശ്യത്തിന് 2-3 ചെയറുകളൊക്കെ ഇടാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുകയാണ്. മാർബിൾ ഹോംസ് എന്ന എന്റെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന ഹോസ്പിറ്റൽ സമരട്ടാൻ ഹോസ്പിറ്റലാണ്. വെറും 800 മീറ്റർ നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമരട്ടാൻ ഹോസ്പിറ്റലിലേക്ക് എത്താം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ 11 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. അതുപോലെ ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് വീടിനകത്ത് കാണാം. വീടിന്റെ മെയിൻ ഡോർ ഇതുപോലെ ഭംഗിയുള്ള ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഡോർ ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഡോർ വരുന്നത്.
ഇവിടുത്തെ ഏകദേശം എല്ലാ മരങ്ങളും തന്നെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ കട്ടിലകളൊക്കെ ആഞ്ഞിലിയിലും ഡോറ് വിൻഡോസ് ഒക്കെ മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല പ്യൂരിറ്റി ആയിട്ടുള്ള വൈറ്റ് കളറാണ്, നീളത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 10 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം 2 സൈഡിലായിട്ട് ഏകദേശം ഒരു ഫ്രഞ്ച് മോഡൽ വിൻഡോ ആണ് ആ ഭാഗത്ത് വരുന്നത്. ഇവിടെ 3 നോർമൽ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡ് കളറിലുള്ള മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അതിനകത്ത് എടുത്ത് വെക്കാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന എൻട്രൻസ് തന്നെ നോക്കിയാൽ കാണാം മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പോക്കർ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 8 പേരെ വരെയാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം ആവശ്യത്തിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെ ചെയ്തിട്ടാണ് ഇവിടെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഏരിയ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമാണ്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെയായിട്ടാണ് കബോർഡുകളൊക്കെ ആയിട്ട് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്താണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ടുള്ളൊരു കേജിനകത്തായിട്ടാണ് വിത്ത് മിററോട് കൂടിയിട്ട് സെറയുടെ ഒരു വാഷ് ബേസിൻ അവിടെ വെച്ചിരിക്കുന്നത്. അതിന് താഴെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ എന്റെ ബാക്ക് സൈഡിലും ഇവിടെ ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ കിട്ടുന്നത്. ഈ ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു മഹാഗണിയിലൊക്കെയാണ് ഇവിടുത്തെ ഡോറുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം ഫാൻ ഫിറ്റിങ്ങും ലൈൻ ഫിറ്റിങ്ങും ഭംഗിയുള്ള വർക്കുകളും സിമ്പിൾ ആണ്, അതേസമയം തന്നെ എലഗന്റ് ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രഞ്ച് മോഡലുള്ള 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് വാർഡ്രോബ് കിട്ടുന്നത്. ആ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് മൾട്ടിവുഡിൽ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂമിനകത്തുള്ള ടൈൽസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെയുള്ള ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്കിനി അടുത്ത ബെഡ്റൂം കാണേണ്ടത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ വന്നിട്ട് നമ്മൾ നേരെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് കിച്ചൺ കിട്ടുന്നത്. ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും നമുക്ക് ഒരു ഡബിൾ കോട്ട് ഇടാവുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു വുഡൻ മോഡൽ വരുന്ന ഒരു വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മിറർ കൂടി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തേക്ക് നോക്കിയാൽ ഏകദേശം ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലുകളും നല്ല വലിയ ബാത്റൂം തന്നെയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് പ്യൂർലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രേ കളറാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വരുന്നത്. കിച്ചന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 2 സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഒരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ സ്പേസ് ആണ്. അതിന്റെ വർക്കുകൾ ഇവിടെ ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ നിന്നാൽ. ഒരുപാട് പച്ചപ്പൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, 2018 പോലും ഇവിടെ ഒന്നും ഫ്ലഡ് അഫക്റ്റഡ് അല്ല. ഈ ഒരു ലെവലിലെ വെള്ളം വന്ന് നിന്നതല്ലാതെ മുകളിലേക്ക് കയറി വരികയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ഓപ്പണിങ്സ് കാണാം. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റൂഫിലേക്ക് നോക്കിയാൽ കാണാം
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്ന് ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. വളരെ ഭംഗിയായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റുകൾ ഇങ്ങനെ വാരി വലിച്ചിടുക അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റൂഫിലെ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. റൂഫിലെ വർക്കുകൾ ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി ക്യാമറയിൽ തന്നെ കണ്ടോളൂ. അപ്പൊ അവിടെ നിന്ന് ക്യാമറ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്പേസുമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല വലിയ ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും സോഫ സെറ്റീസോ ദിവാൻ കോട്ടോ ചെയർസോ എന്ത് വേണമെങ്കിലും ലാവിഷായിട്ട് ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലെ ഫാൻ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. TV വെക്കാനുള്ള സ്പേസ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ഗ്ലാസ് പാർട്ടീഷനൊക്കെ അതിനിടയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഷോക്കേസ് ഐറ്റംസ് വെക്കാം. ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന ഹാളിൽ നിന്ന് നമുക്കൊരു ഡോറ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ആ ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ വലിയൊരു സ്പേസ് ആണ് ഇവിടെ ബാൽക്കണിയിൽ കിട്ടുന്നത്. താഴെ നിന്നുള്ള ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലറാണ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വരുന്നത്. ഈ ഒരു ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് റൈൽസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസും അതിനകത്ത് ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ കാണാം റൂഫിൽ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊക്കെയാണ് ഇതിന്റെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വില്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പലതരം ആളുകൾ താമസമായതാണ്. ഈ വീട് ഉൾപ്പെടെ നമുക്ക് ഇതിൽ 3 വില്ലകളും കൂടിയാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന വീടുകളിൽ ഏത് സ്വന്തമാക്കണമെങ്കിലും നിങ്ങൾക്ക് മാർബിൾ ഹോംസിലേക്ക് വിളിക്കാം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വീട് എന്ന് പറയുന്നത് 4.5 സെന്റിൽ ചെയ്തിരിക്കുന്നതാണ്. അതിന് കുറച്ചും കൂടെ ലാൻഡും സ്ക്വയർ ഫീറ്റും കൂടിയ വീട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുള്ള വർക്കുകളും എലിവേഷനും ഒക്കെ ആയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീട് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിലും സ്വന്തമാക്കണമെങ്കിലും ഒക്കെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് തന്നെയാണ് വിളിക്കേണ്ടത്. നമ്മൾ ഇവിടുത്തെ TV യൂണിറ്റ് ഹാളൊക്കെ കണ്ടു. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. ഇനി ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പോലും വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഈ റൂമിൽ വെക്കണമെങ്കിൽ അതിനും കൂടെ നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല അളവിൽ തന്നെയാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലും ഭംഗിയുള്ള വർക്കുകളും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഓൾറെഡി ഒരു മിറർ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഏരിയ മാറി ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ 2 വിൻഡോസ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ടൈൽസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമുകൾക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചില ബാത്റൂമുകൾ നമ്മൾ നോക്കുമ്പോൾ ആകെ കൺജസ്റ്റഡ് ആയിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ബാത്റൂം ആണെങ്കിൽ പോലും ഇവൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് കാണാം. റൂഫിലും ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ വാർഡ്രോബ് കിട്ടുന്നത്. നേരത്തെ താഴെ കണ്ട പോലെ തന്നെയുള്ള സെയിം പാറ്റേണിലാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ഒരു ടൈലുകളൊക്കെ നോക്കിയാലും കാണാം സെയിം തന്നെയാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു വീട്ടിൽ കാണേണ്ടത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് മാത്രമാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇവിടെ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസ് തുടങ്ങുന്നത്. യൂട്ടിലിറ്റിയുടെ ആ ഒരു ഫ്ലോർ നോക്കുവാണെങ്കിൽ കാണാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും പൈപ്പ് ഫിറ്റിംഗ്സും ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. പഴങ്ങനാട് എന്നാണ് ഈ കാണുന്ന സ്ഥലത്തിന്റെ എക്സാക്ട് നെയിം വരുന്നത്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിന് അടുത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന ഒരു വീടാണ്. ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, സമരട്ടാൻ ഹോസ്പിറ്റൽ എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. സ്കൂളുകളാണെങ്കിലും ഒരുപാടാണുള്ളത്. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ ഉണ്ട്. അതുപോലെ ഒത്തിരി സ്കൂളുകളാണ് ഇവിടെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസിൽ തന്നെ നമുക്ക് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് താമസിക്കാനൊക്കെ
നല്ല സ്യൂട്ടബിൾ ആയ ഒരു പ്ലേസ് തന്നെയാണ്. ഒരുപാട് നൈബേഴ്സ് ഉണ്ട്. ഒരു പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ മതി. എന്തുകൊണ്ടും നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ 2-3 വില്ലകളാണ് ഇനിയും സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഓൾറെഡി പലതരം ആളുകൾ താമസമായതാണ്. അപ്പോൾ പല ബഡ്ജറ്റിലുള്ള വീടുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീടെന്ന് പറയുന്നത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 4.5 സെന്റാണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. 4.5 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണുള്ളത്. നമുക്കിവിടെ നല്ലൊരു കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാവുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. 2 ചെറിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ഇന്ന് പരിചയപ്പെട്ട ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. 85 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. തൊട്ടടുത്ത് തന്നെ ലാൻഡ് അളവ് കൂടിയ വീടുകൾ വേറെയും കിടക്കുന്നുണ്ട്. അതൊക്കെ ആകുമ്പോൾ പ്രൈസ് കുറച്ചായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ വീടുകളിലും വില്ലകളിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ലോൺ ഫെസിലിറ്റിയോട് കൂടി തീർച്ചയായിട്ടും മാർബിൾ ഹോംസിൽ നിന്നും ലഭ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.